ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളത് ഉപയോഗിക്കുന്നവർ വേണം അത് ബോധവൽക്കരിക്കപ്പെടേണ്ടത്. ഞങ്ങളൊരു സിനിമ എടുത്തിട്ടുണ്ട്, പകുതി കടൽ കടന്നെന്ന് പറഞ്ഞിട്ട്. ടീനേജ് കുട്ടികൾ, ഇപ്പം സ്കൂളിലെ കുട്ടികൾ ഭയങ്കര പേടിയാണ് പിള്ളേരെ സ്കൂളിലും കോളേജിലും ഒക്കെ വിടാൻ. അപ്പോൾ കുറച്ച് നേരം കൂടുതൽ കുട്ടികൾ കിടന്ന് ഉറങ്ങിയാൽ തന്നെ നമുക്ക് ടെൻഷൻ, ഇവരിതെന്താ ശീലമില്ലാതെ കിടന്ന് ഉറങ്ങുന്നതെന്ന്. കാരണം അത്രയ്ക്ക് ഫിയറാണ്. അപ്പോൾ അത് കുട്ടികളിൽ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി പകുതി കടൽ കടന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട്. അപ്പം അത് നിയമസഭയിലൊക്കെ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് പടം കണ്ടപ്പോൾ ഇതെല്ലാ അമ്മമാരും കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് സൗജന്യമായിട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും ഇത് പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞൊരു നിവേദനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതൊരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ തയ്യാറാണ്, ഞാനടങ്ങുന്ന ഞങ്ങളുടെ ക്രൂ തയ്യാറാണ്. കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ പോയി ക്യാമ്പയിൻ നടത്താൻ, ഈ സിനിമയും കാണിച്ച് അതിനെ, കാരണം അതിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കൂടുതൽ ജനങ്ങൾ അത് കാണുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊരു 1000 പേരെ കാണിച്ചാൽ 100 പേർക്കെങ്കിലും, 100 കുട്ടികളെങ്കിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതൊരു ബോധവൽക്കരണമായിരിക്കും. പിന്നെ ലൈഫ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാവും. ഉപയോഗിക്കാത്തവർക്ക് അതൊരു സിനിമ മാത്രമായിരിക്കും, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിനകത്തൊരു കുത്തായിരിക്കും. അത് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. നോക്കാം. ഓക്കെ മാം, അതുപോലെ തന്നെ എമ്പുരാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടു. എന്തായിരുന്നു അഭിപ്രായം? എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അതിനകത്ത് ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പം ചിലർ പറയും നമുക്കതിനോടുള്ള വിവരക്കുറവാണോ എന്ന് തോന്നും. അങ്ങനെയല്ല, ഇതൊരു സിനിമ മാത്രമായിട്ട് അതിനെ കാണണം, ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് അതിനെ കാണണം. അതിനകത്ത് വേറൊരു ദുരുദ്ദേശപരമായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ ഹിസ്റ്ററി നമുക്കും അറിയാം. ഇപ്പോൾ ഒരു ട്രെയിൻ കത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻപും പിൻപും ഒക്കെ പല പല കഥകളുണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല, നമ്മളുടെ ഇവിടെ നിന്നുള്ള ഒരു ഫിലിം മേക്കർ ഭയങ്കര നല്ലതായിട്ടൊരു മൂവി എടുത്തിരിക്കണു എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ. ഇപ്പം നമ്മളൊരു കാര്യം പറയില്ലേ, ഒരു കടൽ തീരത്ത് പോയി നിന്നാൽ നമ്മൾ എന്താണോ കാണുന്നത് അതേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളതിനകത്ത് നല്ല വശം കാണാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക്. ഒരു വലിയൊരു എഫേർട്ടാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ടാണ്. ഒരുപാട് പൈസ ചിലവാക്കി, കുറച്ചൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറച്ച് വേസ്റ്റാക്കി എന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും. എങ്കിലും അത് അത്രയും വലിയ ബ്രഹ്മാണ്ഡ പടമാണ്. അപ്പം നമ്മളതിനെ ഒരു വലിയ പടം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിനകത്ത് ഒരുപാട് നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരുപാട് ടെക്നിക്കുകളൊന്നും കാണിച്ച് അങ്ങനെയൊന്നുമല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല പടം. അപ്പം അതിനെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. മാം ഒരു കലാകാരിയാണല്ലോ, ഒരാളുടെ അത്രയും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അതിൻ്റെ പേരിൽ അത് സീൻസ് ഒക്കെ കട്ട് ചെയ്തതിൽ അത് ആദ്യത്തെ സെൻസറിങ്ങിൽ വേണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നത്. പടം വന്നു കഴിഞ്ഞിട്ട് അപ്പം അതിനെക്കുറിച്ചാണ് എല്ലാവരും, അതാണോ ഇനി ഒരു അവരുടെ സ്റ്റണ്ട്, ഈ ഒരു പ്രൊമോഷൻ സ്റ്റണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഒരു നല്ല പടമാണ്. പിന്നെ സിനിമ കണ്ട ആൾക്കാർ നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്യുമെങ്കിൽ സിനിമ മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പം അതൊന്നും അല്ല, ഇതൊരു സിനിമ മാത്രമല്ല. പിന്നെ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഇതെല്ലാം സാങ്കല്പികമാണ്. ഞാൻ കണ്ട വേർഷനിൽ അത് എല്ലായിടത്തും ആദ്യം മുതലേ അത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സാങ്കല്പികമാണ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം അതിനെ അങ്ങനെ കണ്ടാൽ പോയി. ഇതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്, നല്ലൊരു പടമായിട്ടാണ്. നാളെ നമ്മുടെ മമ്മൂക്കയുടെ മൂവി റിലീസാണ് അല്ലേ, ബസൂക്ക അറിഞ്ഞായിരുന്നോ? അല്ല, അതറിഞ്ഞു. ഈ റിലീസായ ഉടനെ തള്ളിക്കറി പരിപാടിയില്ല. പക്ഷെ ഞാൻ എല്ലാ പടവും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാറുള്ളത്. എല്ലാ പടവും കാണും. നല്ല പടം എന്ന് പറയണതും ചീത്തപ്പടം എന്ന് പറയണതും എല്ലാം കാണും. കാരണം ചീത്തപ്പടമാണെന്ന് ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ അത് ചീത്തപ്പടം ആവണമെന്നില്ല. നമ്മളുടെ ആസ്വാദന രീതി അങ്ങനെയുണ്ട്. എല്ലാ പടവും കാണാൻ പോകും. ഓക്കെ, താങ്ക് യു.